ഞാനിതിനെ പ്രധാനമായും കാണുന്നത് ഒരു നാടകീയമായ രംഗം ഒരുക്കലായിരുന്നു ട്രംപിൻ്റെ പണി എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഒരു എക്സിറ്റ് പോയിന്റ് അനിവാര്യമായിരുന്നു. അഥവാ ഈ യുദ്ധം അവസാനിക്കുന്നതിന് ഏതെങ്കിലും ഒരു മാർഗം അനിവാര്യമായിരുന്നു. ആ മാർഗം വളരെ ആലോചിച്ചുറപ്പിച്ച് ട്രംപ് ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നതാവും ഏറെക്കുറെ ശരി. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും അല്ലാതെയും ധാരാളം താല്പര്യങ്ങൾ ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആലോചനയിലുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഫിനിഷ് ദ ജോബ് എന്ന് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ ജോലി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ തന്നെയാണ് ട്രംപ് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിണിത ഫലം എന്ത് എന്നുള്ള ഒരു ചർച്ചയ്ക്കും ട്രംപ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ എന്തുകൊണ്ടാണ് അമേരിക്ക വിഷയത്തിൽ ഇടപെട്ടത്, എന്തായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആണവ വികസനത്തെ പരിപൂർണമായും പിന്നോട്ടടിക്കുക എന്ന് തന്നെയായിരുന്നല്ലോ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറാൻ്റെ ആണവ പദ്ധതിയെ തകർക്കുക എന്നുള്ളതാണ്. അത് തന്നെ എങ്ങനെയാണ് അവിടെ ആക്രമിച്ചത്? മുൻകൂട്ടി കാര്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷം ആക്രമണം നടത്തുന്നു. ഇതിനോടകം തന്നെ വാർത്തകൾ വരുന്നു, ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്ഥലത്ത് നിന്ന് മാറ്റുന്നു. അവിടെ ശക്തമായ ബോംബിങ് നടത്തുന്നു. അവരുടെ ഏറ്റവും അത്യാധുനികമായ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നു. ഇപ്പോഴും അവിടുത്തെ ഇന്റലിജൻസ് ക്ലാസിഫൈഡ് ഡോക്യുമെന്റിലെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പല പത്രങ്ങളും വഴിയൊക്കെ ചോർന്നു വരുന്നുണ്ട്. ആ അന്തർദേശീയ മാധ്യമങ്ങളിൽ അവയിലൊക്കെ ഒരു ദേശീയ മാധ്യമത്തിലും ഒരു വൈറ്റ് ഹൗസിന്റെ വക്താവും പറഞ്ഞിട്ടില്ല ഇതിന് പൂർണ്ണമായും ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന്. ഒറ്റ വാക്കിലാണ് ട്രംപ് അവസാനിപ്പിച്ചത്. ഒബ്ലിറ്ററേറ്റഡ് ദി പ്രോഗ്രാം ഓഫ് ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാന്റെ പദ്ധതിയെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു വിധമായ തെളിവുമില്ല ഈ പറഞ്ഞതിന്. കാരണം ട്രംപ് സമ്പുഷ്ടീകരിച്ച ആയുധം മാറ്റി എന്ന് ധാരാളം സയന്റിസ്റ്റുകൾ, അമേരിക്കയിലെയും ഇസ്രായേലിലെയും സയന്റിസ്റ്റുകൾ ഇതിനോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അവർക്ക് കവേർട്ടായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളിൽ, അതായത് വലിയ വിശാലമായ ലാബുകൾ ഒഴികെ ഇത് നടത്താൻ പറ്റുന്ന സജ്ജീകരിച്ചിട്ടുള്ള രഹസ്യമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്കും ഇറാൻ ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായമാണ്. രണ്ട്, ഉദ്ദേശിച്ച തരത്തിൽ ആണവായുധ കേന്ദ്രത്തിന് നട്ടം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ നിന്ന് പോയ വാർത്തയനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് നേരത്തെ 3 മാസം കൊണ്ട് ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിപ്പോൾ 6 മാസമായി മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഇതിന് എത്രയും പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എന്തിന് ഇദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. അവരുടെ ചില താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഒരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അഥവാ ഇതിന് കൃത്യമായി ഒരു തിരിച്ചടി, ഒരു വാണിംഗ് കൊടുത്തതിന് ശേഷം ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്. ഇപ്പം അമേരിക്കയിൽ നിന്നുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പറയുന്നത് ഇറാൻ അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല എന്നുള്ളതാണ്. അതായത് ആണവായുധം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയെ അവർക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുകയാണ്, അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, അവർക്ക് ആവശ്യത്തിന് അവരുടെ 15 വർഷത്തേക്ക് അവരുടെ ആണവ ഈ പദ്ധതികളെ പിന്നോട്ടടിച്ചു എന്നൊക്കെ ഗീർവാണം മുഴക്കുന്നതല്ലാതെ ഉപോത്ബലകമായ ഒരു തെളിവും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില താല്പര്യങ്ങളുണ്ട്, ഖത്തറിൻ്റെ സമ്മർദ്ദങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് തന്നെയും ഈ ഖത്തറിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളിലാണല്ലോ തിരിച്ച് ഇറാൻ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇറാൻ ചില മിസൈലുകളൊക്കെ വർഷിച്ചത്. അപ്പോൾ അതിനൊക്കെ പിന്നിൽ ചില നാടകീയതകളുണ്ട്. തെറ്റിപ്പോലും ഒരെണ്ണം പോലും സൗദിയിൽ വീണിട്ടില്ല, മറ്റൊരു അറബ് രാജ്യത്ത് വീണില്ല, അത് അടുപ്പമുള്ള ഖത്തറിൽ തന്നെയാണ് പതിച്ചത്. അപ്പോൾ ഇതൊക്കെ നാടകീയമായ ചില രംഗങ്ങൾ ഒരുക്കുന്നു എന്നതൊഴിച്ചാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ട്രംപ് ഒരു ബോംബിടുന്നു, അവസാനം പറയുന്നു ഓക്കെ നമ്മളത് പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു, ഇനി ഒന്നുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ലക്ഷ്യം കണ്ടു എന്നാണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു പടി കൂടി ഇസ്രായേൽ കടക്കാൻ തുടങ്ങിയപ്പോൾ ശക്തമായ വാണിംഗ് കൊടുക്കുകയും ചെയ്യുന്നു, സ്റ്റോപ്പ് ഇറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു എക്സിറ്റ് പോയിന്റ് ഒരുക്കുകയായിരുന്നു. രണ്ട് രാജ്യങ്ങൾക്കും യുദ്ധത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി ട്രംപ് ഒരുക്കുകയായിരുന്നു. അത് അമേരിക്കയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും, അഥവാ അമേരിക്കയുടെ ഓയിൽ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി.